Hi, very warm welcome to MST Talks. +1 ഫിസിക്സിലെ സെക്കൻഡ് വോളിയത്തിലെ 7 ചാപ്റ്ററുകളിലെ ഇക്വേഷൻസുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. പാർട്ട് 1-ൽ 8 ചാപ്റ്ററിലെ ഇക്വേഷനുകളും ചർച്ച ചെയ്തിരുന്നു. +1, +2 ക്ലാസ്സിൽ പഠിക്കുന്ന എൻട്രൻസ് എക്സാമുകൾ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ഉപകാരപ്രദമാകും. ഇനിയും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇക്വേഷനുകൾ എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ഇതിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് എന്താണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് സെറ്റപ്പ് ഇൻസൈഡ് ദി ബോഡി പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് സ്ട്രെസ്. സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ F/A ആണ്. SI യൂണിറ്റ് Nm⁻²ആണ് ഓർ പാസ്കൽ. ഡയമെൻഷൻ ml⁻⁻1 T⁻⁻2 ആണ്. 3 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് അല്ലെങ്കിൽ ലീനിയർ സ്ട്രെസ്, 2 നോർമൽ സ്ട്രെസ് ഓർ ഹൈഡ്രോളിക് സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ് ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്ന 3 സ്ട്രെസ്സുകളാണ് ഉള്ളത്. ഇനി എന്താണ് സ്ട്രെയിൻ എന്ന് നോക്കാം. It is the ratio of change in dimension to the original dimension എന്നതാണ്. പ്രധാനപ്പെട്ട ചില സ്ട്രെയിനുകൾ. ഒന്ന് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ, അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ദി ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ കാണാൻ ഇക്വേഷൻ Δl/L ആണ്. രണ്ടാമത്തത് വോളിയം സ്ട്രെയിൻ ആണ്. ഇതേപോലെ വോളിയത്തിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ വോളിയം സ്ട്രെയിൻ Δv/V ആണ്. അടുത്തത് ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. ഇറ്റ് ഈസ് ദി ആംഗിൾ ടേൺഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ അസ്യൂംഡ് ഓൺ ദി ബോഡി വിച്ച് വാസ് ഒറിജിനലി പെർപെൻഡിക്കുലർ ടു ദി ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെസ് X/L = tan θ എന്നതാണ് കൺസെപ്റ്റ്. ഇനി പ്രധാനപ്പെട്ട ചില മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലേക്ക് വരാം. അതിൽ ഒന്നാമത്തതാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് longitudinal stress and longitudinal strain, അതായത് Y = F/A divided by Δl/L എന്നതാണ് കൺസെപ്റ്റ്. രണ്ടാമത്തതാണ് ബൾക്ക് മോഡുലസ്. എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈഡ്രോളിക് സ്ട്രെസ് ടു ദി കറസ്പോണ്ടിങ് ഹൈഡ്രോളിക് സ്ട്രെയിൻ ഈസ് കാൾഡ് ബൾക്ക് മോഡുലസ്. ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ B എന്ന ലെറ്റർ കൊണ്ടാണ്. B = -P divided by Δv/V എന്നതാണ് ഇക്വേഷൻ. എന്താണ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിക്രീസ് ഇൻ വോളിയം വിത്ത് ദി ഇൻക്രീസ് ഇൻ സ്ട്രെസ് എന്നതാണ്. SI യൂണിറ്റ് ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് ദി സെയിം ആസ് ദാറ്റ് ഓഫ് പ്രഷർ എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി ആ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ എടുത്താൽ കിട്ടുന്നത് കംപ്രസിബിലിറ്റി ആയിരിക്കും. അതായത് കംപ്രസിബിലിറ്റി = 1/B ആയിരിക്കും. KE എന്ന ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്യുന്നത്. K = 1/B. SI യൂണിറ്റ് n⁻⁻1 m² അല്ലെങ്കിൽ PA⁻⁻1 എന്നതാണ്. ഇനി അടുത്തതാണ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. It is the ratio of shearing stress to the corresponding shearing strain is called the shear modulus of the material and is represented by capital letter G എന്ന ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്യുന്നത്. ഈറ്റ എന്ന ലെറ്ററിലും നോട്ട് ചെയ്യാറുണ്ട്. സോ G കാണാനുള്ള ഇക്വേഷൻ F/A all divided by Δx/L എന്നതാണ്. ഇനി എന്താണ് പോയിസൺ റേഷ്യോ? സിഗ്മ = lateral strain by longitudinal strain എന്നതാണ് കൺസെപ്റ്റ്. ഇനി നമുക്ക് ഹുക്സ് ലോയിലേക്ക് വരാം. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നതാണ് ഹുക്സ് ലോയിൽ പറയുന്നത്. ദാറ്റ് ഈസ് സ്ട്രെസ് = K × സ്ട്രെയിൻ. K വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതിനെ വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നതാണ്. K കാണാനുള്ള ഇക്വേഷൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എന്നതുകൂടി ഓർത്തു വെച്ചിരിക്കുക. ഇനി നമുക്ക് ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയലിന്റെ ചില ആപ്ലിക്കേഷൻസിലേക്ക് വരാം. നമ്മൾ ബിൽഡിങ്ങുകൾ ഡിസൈൻ ചെയ്യുമ്പോഴും ബീംസ്, സപ്പോർട്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ ബാർ ഓഫ് ലെങ്ത് L, ബ്രെഡ്ത്ത് B ആൻഡ് ഡെപ്ത് D when loaded at the center
by a load W sacks by an amount given by delta equal to W L cube divided by 4B D cube Y എന്നതാണ് ഇക്വേഷൻ. എല്ലാ ടേംസും ഞാൻ പറഞ്ഞു, അതിൽ y ആണ് പറയാത്തത്. y യങ്സ് മോഡുലസ് ആണ് എന്നത് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെച്ചിരിക്കണം. For a given material, increasing the depth D rather than the breadth B is more effective in reducing the bending. മാത്രമല്ല, the bending of deep bars is called buckling എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ ബക്ലിംഗ് ഒഴിവാക്കാൻ വേണ്ടി I-shaped beam ആണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത് എന്നത് കൂടി ഓർത്തു വെച്ചിരിക്കണം. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ഇതിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് എന്താണ് ഫ്ലൂയിഡ് പ്രഷർ. ഫ്ലൂയിഡ് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ P equal to F by A ആണ്. അതായത് ഇറ്റ് ഈസ് ദി നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ഫോഴ്സ്. SI യൂണിറ്റ് Nm raised to -2 അല്ലെങ്കിൽ പാസ്കൽ ആണ്. ഡയമെൻഷൻ ml raised to -1 T raised to -2 ആണ്. കോമൺ യൂണിറ്റ് ഓഫ് പ്രഷർ is the ATM ആണ്. 1 ATM equal to 1.013 into 10 raised to 5 പാസ്കൽ ആണ് എന്നതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം. അതിനുശേഷമാണ് എന്താണ് പാസ്കൽസ് ലോ. It is the pressure applied at any point of an enclosed mass of fluid is transmitted equally in all direction എന്നതാണ് പാസ്കൽസ് ലോയിൽ പറയുന്നത്. പാസ്കൽസ് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകളൊക്കെ ഉണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഹൈഡ്രോളിക് ലിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിനുശേഷം if the top of the fluid element considered is open to the atmosphere, then P1 equal to PA ആകുന്ന സിറ്റുവേഷൻ, P2 equal to PP ആകുന്ന സിറ്റുവേഷനിൽ P equal to PA plus H rho G ആയിരിക്കും. ഇതിൽ the excess of pressure P minus PA at depth H is called gauge pressure at that point. എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ P equal to PA plus H rho G, H rho G യെ വിളിക്കുന്ന പേരാണ് ഗേജ് പ്രഷർ എന്ന് വിളിക്കുന്നത് എന്നത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് സ്റ്റോക്സ് ലോയിലേക്ക് വരാം. FV equal to 6 pi eta RV എന്നതാണ്. R റേഡിയസ്, V വെലോസിറ്റി, ഈറ്റ ഫ്ലൂയിഡ് വിസ്കോസിറ്റി ആണ്. ഇനി എന്താണ് ടെർമിനൽ വെലോസിറ്റി? ഒരു സ്ഫെറിക്കൽ ബോഡി കൺസിഡർ ചെയ്യുക, falling through a viscous medium. ആ സമയത്ത് 3 ഫോഴ്സ് ആ ബോഡിയിൽ ആക്ട് ചെയ്യും. ഒന്ന് വെയിറ്റ് ഓഫ് ദി ബോഡി FG, രണ്ട് ബേൺ ഫോഴ്സ് FB, വിസ്കസ് ഫോഴ്സ് FV. If initially FG greater than FB plus FB, the body will accelerate in the downward direction. The velocity of the body goes on increasing and so viscous force also increases. And finally, a stage can be reached at which the total upward force becomes equal to the downward force. എന്ന് പറഞ്ഞാൽ FG equal to FV plus FB എന്ന സിറ്റുവേഷനിലേക്ക് എത്തും. Then the total force acting on the body becomes 0. Thereafter the body will move with constant velocity is called terminal velocity. ആ ടെർമിനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് VT equal to 2/9 into R square into rho minus rho dash into G divided by eta എന്ന ഇക്വേഷൻ. അടുത്തത് എന്താണ് ന്യൂട്ടൺസ് വിസ്കസ് ഫോർമുല? ദാറ്റ് ഈസ് F equal to eta A V divided by L എന്നതാണ്. അതിൽ ഈറ്റയെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. ആ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ് PL എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി നമുക്ക് എന്താണ് റിനോൾട്ട് നമ്പർ എന്ന കൺസെപ്റ്റ് നോക്കാം. RE equal to rho VD divided by eta എന്നതാണ് കൺസെപ്റ്റ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റിനോൾട്ട് നമ്പർ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻസ് നമ്പർ ആണ്, which gives you the idea that whether the flow is streamline or turbulent. അതിൽ റിനോൾട്ട് നമ്പർ is less than 1000 ആണെങ്കിൽ flow is streamline or laminar ആയിരിക്കും. If RE is greater than 2000, the flow is turbulent. The flow becomes unsteady for RE between 1000 and 2000. അടുത്തത് എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി?
AB equal to constant A1 V1 equal to A2 V2 equal to A3 V3 എന്ന കൺസെപ്റ്റ് ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അടുത്തതാണ് ബെർണോളിയസ് ഇക്വേഷൻ. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. അതായത് P1 plus half rho V1 square plus rho GH1 equal to P2 plus half rho V2 square plus rho GH2 എന്ന കൺസെപ്റ്റ്. എന്താണ് ഇതാണ് ശരിക്കും, അതായത് P plus half rho V square plus rho GH equal to constant. ഇതിനെയാണ് ബെർണോളിയസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? For a steady flow of an incompressible fluid through a pipe, the sum of pressure energy per unit volume, kinetic energy per unit volume and potential energy per unit volume is a constant എന്നതാണ് കൺസെപ്റ്റ്. ഇനി നമുക്ക് ബെർണോളിയസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ആപ്ലിക്കേഷൻസുകളിലേക്ക് കടക്കാം. അതിലൊന്നാണ് സ്പീഡ് ഓഫ് ഇഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇഫ്ലക്സിന്റെ അർത്ഥം ഫ്ലൂയിഡ് ഔട്ട് ഫ്ലോ എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോറിസെല്ലീസ് ലോ എന്ന് പറഞ്ഞാൽ state that the speed of efflux from an open tank is equal to the speed of a freely falling body. V equal to root 2gh എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടുന്ന കേസ് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ the speed of fluid at wide neck കാണാനുള്ള ഇക്വേഷൻ that is V1 equal to root 2 rho mgh divided by rho into a by a all square minus 1 all raised to minus 1 by 2 എന്ന് പറയുന്ന ഇക്വേഷൻ. ബെർണോളിയസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്തത് സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അതിൽ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോഴ്സ് ബൈ ലെങ്ത് ആണ്, F by L ആണ്. ഇനി എന്താണ് സർഫസ് എനർജി? It is the energy required to increase unit area of the surface is called surface energy. W equal to surface tension into inside in area of the liquid surface എന്നതാണ് കൺസെപ്റ്റ്. സർഫസ് ടെൻഷന്റെ എഫക്ട്സുകൾ എന്തൊക്കെ? എഫക്ട്സ് ഓഫ് സർഫസ് ടെൻഷൻ എന്തൊക്കെയാണ്? Due to surface tension, the liquid surfaces act as elastic membrane. Due to surface tension, liquids have a tendency to reduce their free surface area. അതോടൊപ്പം തന്നെ ഒരു ലിക്വിഡ് ഡ്രോപ്പിന്റെ ഉള്ളിൽ ആക്സസ് ചെയ്യുന്ന പ്രഷർ കാണാനുള്ള ഇക്വേഷൻ Pi minus P0 equal to 2 into SI divided by R എന്നതാണ് എന്നതുകൂടി ഓർത്തു വെച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ലിക്വിഡ് ഡ്രോപ്പിന്റെ ഇൻസൈഡിൽ എക്സസ് പ്രഷർ 1 ഫ്രീ സർഫസ് ആകുമ്പോൾ P equal to 2 sigma by R ഉം 2 ഫ്രീ സർഫസ് എക്സാമ്പിൾ സോപ്പ് ബബിൾ 4 sigma by R ഉം അതുപോലെ with 1 free surface case another that means in air bubble case ആകുമ്പോഴും 2 sigma by R ആണെന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ കാപ്പിലറി റൈസ് എന്ന കൺസെപ്റ്റിലേക്ക് വരേണ്ടതുണ്ട്. എന്താണ് കാപ്പിലറി റൈസ്? It is the ascent of liquid in tubes of very small bore radius in spite of gravity is called capillary rise. Capillary rise is due to the pressure difference at the curved free surface. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പ്രഷനിലേക്ക് വരേണ്ടതുണ്ട്. H equal to 2 sigma cos theta divided by R rho g എന്താണ് കൺസെപ്റ്റ്. അതിൽ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. പിന്നെ സിഗ്മ ഇവിടെ ഉപയോഗിച്ചത് സർഫസ് ടെൻഷൻ ആണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ആൻഡ് പിന്നെ ആരുടെ റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആണ്. ഇതിൽ നിന്ന് സർഫസ് ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ കൂടി നോക്കണം. S equal to HA rho g divided by 2 cos theta എന്നതാണ് എന്നതുകൂടി ഓർത്തു വെക്കുക. ഇനി നമുക്ക് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിലേക്ക് വരാം. ആദ്യം തന്നെ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൺവേർഷൻസുകളാണ്. ഫ്രം വൺ സ്കെയിൽ ടു അനദർ സ്കെയിൽ. മെയിൻ റിലേഷൻ C minus 0 divided by 100 equal to F minus 32 divided by 180 that is equal to K minus 273.15 divided by 100. ആ റിലേഷനിൽ നിന്ന് നമുക്ക് TC equal to 5/9 into TF minus 32
TF equal to 9/5 into TC plus 32. അതുപോലെ TK equal to TC plus 273.15 എന്ന് നമുക്ക് കിട്ടും. ഹീറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഇക്വേഷൻ Q equal to MC into delta T. M മാസും C സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുമാണ്, ഡെൽറ്റ T ടെമ്പറേച്ചറും ആണ്. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഗെയിൻഡ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ് എന്ന കൺസെപ്റ്റ് ആണ്. ഇവിടെ നമുക്ക് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. It is the amount of heat per unit mass transferred during change of state of substance is called latent heat of substance for the process. Q equal to ml എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. SI യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇവിടെ latent heat for a solid to liquid state change is called the latent heat of fusion, LF എന്ന് റെപ്രസെന്റ് ചെയ്യും. ആ സമയത്ത് Q equal to MLF എന്നതായിരിക്കും ഇക്വേഷൻ. And that for a liquid gas state change is called the latent heat of vaporization, LV. In that time Q equal to MLV ആയിരിക്കും. ഇനി നമുക്ക് thermal expansion എന്ന ഭാഗത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ thermal expansion പ്രധാനമായും 3 ടൈപ്പ് ആണുള്ളത്. ഒന്ന് linear expansion. When temperature increases, length of a solid increases. This is called linear expansion. That means alpha L equal to delta L by L into delta T. Alpha L is called coefficient of linear expansion എന്ന് വിളിക്കുന്നു. Then രണ്ടാമത്തത് area expansion, മറ്റൊരു പേര് superficial expansion എന്ന് വിളിക്കുന്നു. When temperature increases, area of a solid substance increases. This is called area expansion. That means beta equal to delta S by S into delta T. Beta is called coefficient of area expansion. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സ്പാൻഷനിലേക്ക് കടക്കാം, വോളിയം എക്സ്പാൻഷൻ. When temperature increases, the volume of a substance increases. This is called volume expansion. Gamma equal to delta V by V into delta T. പ്രത്യേകം ആൽഫയും ബീറ്റയും ഗാമയും തമ്മിലുള്ള റിലേഷൻ ഓർത്തിരിക്കണം. ആൽഫ ബൈ 1 ഈക്വൽ ടു ബീറ്റ ബൈ 2 ഈക്വൽ ടു ഗാമ ബൈ 3. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ബീറ്റ ഈക്വൽ ടു 2 ആൽഫ എന്നും ഗാമ ഈക്വൽ ടു 3 ആൽഫ ആണ് എന്നതും നിങ്ങൾ ഓർത്തിരിക്കണം. അതിനുശേഷമാണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. The rate of loss of heat is directly proportional to difference of temperature between the body and its surrounding. Minus dq by dt equal to k into t2 minus t1 എന്ന കൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. It is the amount of heat required to raise the temperature of 1 kilogram substance by 1 degree Celsius or 1 Kelvin എന്നതാണ്. ഇതിൽ S എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഇത് ക്യാപിറ്റൽ ലെറ്റർ S. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? It is the amount of heat required to raise the temperature of a substance by 1 degree Celsius or 1 Kelvin എന്നതാണ്. ക്യാപിറ്റൽ ലെറ്റർ S കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ Q by ഡെൽറ്റ T ആണ്. SI യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ ആണ്. എന്നാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സ്മോൾ ലെറ്റർ S എന്ന ലെറ്റർ കൊണ്ടാണ് നോട്ട് ചെയ്യുന്നത്. SI യൂണിറ്റ് ജൂൾ kg⁻⁻1 k⁻⁻1 ആണ്. എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? It is the amount of heat required to raise the temperature of 1 mole of a substance by 1 degree Celsius or 1 Kelvin. C equal to delta Q by mu into delta T. Mu എന്ന് പറയുന്നത് number of moles ആണ്. ഇവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം CV എന്നൊരു കൺസെപ്റ്റ് കൂടിയുണ്ട്. It is the amount of heat required to raise the temperature of 1 mole of a substance, 1 mole of a gas at constant volume by 1 degree Celsius or 1 Kelvin എന്നതാണ്. At the specific heat capacity at constant pressure CP, it is the amount of heat required to raise the temperature of 1 mole of a gas at constant pressure by 1 degree Celsius or 1 Kelvin എന്നതാണ്. ഇനി എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? H equal to Ka into Tc minus Td divided by L എന്നതാണ്. അതിലെ K വിളിക്കുന്ന പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. Tc എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് റിസർവോയർ, Td എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് റിസർവോയർ ആണ്.
SI യൂണിറ്റ് ഓഫ് K എന്ന് പറയുന്നത് J(s)-1 m(-1 K(-1) or W m(-1 K(-1) എന്നതാണ്. L ലെങ്ത് ആണ്, A ഏരിയ ആണ്, H റേറ്റ് ഓഫ് ഹീറ്റ് ആണ് കേട്ടോ. അത് പ്രത്യേകം ഓർമ്മ. അതുകൊണ്ട് Hന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W, അല്ലെങ്കിൽ ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V എന്നതാണ്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? It is if an amount of heat is given to a system, a part of the heat is used to increase the internal energy and other part is used to do the external work. Delta Q heat supplied to the system, delta U change in internal energy, delta W work done by the system ആണ് എന്നത് കൂടി പ്രത്യേകം ഓർത്തിരിക്കണം. ഇതിൽ ബാക്കിയുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ ഹീറ്റിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പുള്ള തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ഭാഗത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് തെർമോഡൈനാമിക്സ് പ്രോസസ്സുകൾ എന്ന് നോക്കാം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കോൺസ്റ്റന്റ് പ്രഷറായ ഐസോബാറിക് പ്രോസസ്. ഇക്വേഷൻ Q ഈക്വൽ ടു M ഇൻറ്റു CP ഇൻറ്റു ഡെൽറ്റ T. അതിൽ CP ഞാൻ നേരത്തെ പറഞ്ഞു, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ചർച്ച ചെയ്തു. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ ആണ്. കോൺസ്റ്റന്റ് വോളിയം ആകുമ്പോൾ Q കാണാനുള്ള ഇക്വേഷൻ N ഇൻറ്റു CV ഇൻറ്റു ഡെൽറ്റ T എന്നതാണെന്ന് പ്രത്യേകം ഓർക്കണം. CV ഞാൻ പറഞ്ഞു, കോൺസ്റ്റന്റ് വോളിയം എന്നതാണ്. ഐസോകോറിക് പ്രോസസ് എന്നാണ് വിളിക്കുക. N കാണാനുള്ള ഇക്വേഷൻ that is mass of gas divided by molecular mass ആണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തെർമോഡൈനാമിക് പ്രോസസ്സിലെ അടുത്ത പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ a process in which the temperature of the system is kept fixed throughout is called an isothermal process. ഈ ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ PV ഈക്വൽ ടു കോൺസ്റ്റന്റ്, അതായത് P1 V1 ഈക്വൽ ടു P2 V2 എന്നതാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കാം. മാത്രമല്ല ഈ ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ W ഈക്വൽ ടു nRT log V2 by V1 എന്നതാണ്. അതുപോലെ തന്നെ മേയേഴ്സ് റിലേഷൻ CP മൈനസ് CV ഈക്വൽ ടു R എന്ന ഇക്വേഷൻ കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സായ അഡിയാബാറ്റിക് പ്രോസസ്സിലേക്ക് വരാം. എന്താണ് അഡിയാബാറ്റിക് പ്രോസസ് എന്ന് ചോദിച്ചാൽ, ഡ്യൂറിംഗ് ആൻ അഡിയാബാറ്റിക് പ്രോസസ് നോ ഹീറ്റ് enters or leave the system. In an adiabatic process all of the quantities P, V and T changes. വളരെ പ്രധാനപ്പെട്ട ചില റിലേഷൻ P1 V1 raised to gamma equal to P2 V2 raised to gamma, അതുപോലെ T1 V1 raised to gamma minus 1 equal to T2 V2 raised to gamma minus 1 തുടങ്ങിയിട്ടുള്ള റിലേഷൻസും വർക്ക് ഡൺ ഡ്യൂറിംഗ് ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ് കാണാനുള്ള ഇക്വേഷൻ W equal to nR by gamma minus 1 into T1 minus T2 ആണെന്നതുകൂടി ഓർത്തു വെച്ചിരിക്കണം. ഇനി നമുക്ക് ഹീറ്റ് എഞ്ചിനിലേക്ക് വരാം. ശരിക്ക് ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി എന്നതാണ്. അതിന്റെ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ ഈറ്റ ഈക്വൽ ടു വർക്ക് ഔട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട് എന്നാണ്. അതായത് W by Q1, അനദർ ഇക്വേഷൻ Q1 minus Q2 by Q1, അനദർ ഇക്വേഷൻ 1 minus Q2 by Q1. എല്ലാ ഇക്വേഷൻസും ഓർത്തു വെച്ചിരിക്കണം. ഇനി അടുത്തത് റെഫ്രിജറേറ്ററിലേക്ക് വരാം. റെഫ്രിജറേറ്റർ ഈസ് ദി റിവേഴ്സ് ഓഫ് എ ഹീറ്റ് എഞ്ചിൻ ആണ്. അതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനും സ്കീമാറ്റിക് ഡയഗ്രാം അടക്കം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പെർഫോമൻസ് കാണാനുള്ള ഇക്വേഷൻ ബീറ്റ ഈക്വൽ ടു Q2 by W, Q2 by Q1 minus Q2, T2 by T2, T1 minus T2 എന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. കാർനോട്ട് എഞ്ചിൻ നിങ്ങൾക്കറിയാം, നിക്കോളാസ് സഡി കാർനോട്ട് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ടു ടെമ്പറേച്ചർ ഈസ് കോൾഡ് എ കാർനോട്ട് എഞ്ചിൻ. ആ ഓപ്പറേഷനെ വിളിക്കുന്ന പേര് കാർനോട്ട് സൈക്കിൾ എന്നുമാണ്. അതിന്റെ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ ഈറ്റ ഈക്വൽ ടു 1 minus Q2 by Q1 അല്ലെങ്കിൽ ഈക്വൽ ടു 1 minus T2 by T1. വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ μR T1 log V2 by V1 minus μR T2 log V3 by V4 എന്നതാണ്.
ഇനി നമുക്ക് കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ബോയിൽസ് ലോ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കേസാണ്. PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. ചാൾസ് ലോ കോൺസ്റ്റന്റ് പ്രഷർ V2/T1 ഈക്വൽ ടു T2/T1. എന്താണ് പെർഫെക്റ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV ഈക്വൽ ടു nRT എന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഓൾസോ ഇൻ ടേംസ് ഓഫ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് PV ഈക്വൽ ടു KB into NT. KB is called ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് എന്നത് കൂടി ഓർത്തു വെച്ചിരിക്കണം. അതോടൊപ്പം തന്നെ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് കാണാനുള്ള ഇക്വേഷൻ 1/3 nm v², എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. അതിൽ n/v ആണ് സ്മോളർ. ഇനി നമുക്ക് കൈനറ്റിക് എനർജി പെർ മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് നോക്കാം. അത് ഡിസ്കസ് ചെയ്യുന്നത് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നൊരു ഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ K ഈക്വൽ ടു 3/2 kBT എന്ന കൺസെപ്റ്റ്. ദാറ്റ് മീൻസ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ബട്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ, വോളിയം ഓർ നാച്ചർ ഓഫ് ദി ഗ്യാസ്. അതോടൊപ്പം തന്നെ അവഗാഡ്രോ നമ്പർ കാണാൻ ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ M ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ M ആണെന്നതും, അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ N എന്ന് പറയുന്നത് മാസ് ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എന്നാണ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ലോസ് ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി, ദാറ്റ് മീൻസ് അത് സ്റ്റേറ്റ് ചെയ്യുന്നത് ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T, the total energy is distributed equally in different degrees of freedom, the energy in each degrees of freedom being equal to half kBT. അതോടൊപ്പം തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ CV ഈക്വൽ ടു DU/dt എന്നതുകൂടി ഓർത്തു വെച്ചിരിക്കണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യുന്ന മൊണാറ്റമിക്, ഡയാറ്റമിക്, അതോടൊപ്പം തന്നെ പോളിയറ്റോമിക് കേസുകളിലേക്കാണ് വരേണ്ടത്. ആദ്യം തന്നെ എന്താണ് മൊണാറ്റമിക്? മോളിക്യൂൾസ് ഓഫ് മൊണാറ്റമിക് ഗ്യാസ് ഹാവ് ഓൺലി ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത്തരം കേസിലുള്ള ക്യാപിറ്റൽ ലെറ്റർ യുവും സിവിയും സിപിയും ഗാമയും ഒക്കെ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഡയാറ്റമിക് കേസ് രണ്ടെണ്ണം ഉണ്ട്. ഡയാറ്റമിക് മോളിക്യൂൾ, ഡയാറ്റമിക് റിജിഡ് റൊട്ടേറ്റർ ഉണ്ട്. ഡയാറ്റമിക് റിജിഡ് റൊട്ടേറ്റർ എന്ന് പറഞ്ഞാൽ റിജിഡ് റൊട്ടേറ്റർ മീൻസ് ദി മോളിക്യൂൾ ഡസ് നോട്ട് വൈബ്രേറ്റ്. ആ സമയത്ത് 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 2 റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂട്ടി മൊത്തം 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉണ്ടാവുക. ഡയാറ്റമിക് നോൺ റിജിഡ് റൊട്ടേറ്ററിൽ വൈബ്രേഷൻ കൂടി ഉള്ളത് കൊണ്ട് മൊത്തം 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത് എന്നത് കൂടി പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി അടുത്തത് എന്താണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് mean free path of a molecule in a gas is the average distance traveled by the molecule between two successive collision. Equation lambda equal to 1/√2 pi n d² എന്നതാണ്. അതിലെ ഓരോ ടേമുകളും നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അതിൽ ലാംഡ എന്ന ടേം ആണ് മീൻ ഫ്രീ പാത്തിന് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ദെൻ d എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഈച്ച് മോളിക്യൂൾ ആണ്. L എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി മൂവിങ് മോളിക്യൂൾ ആണ് എന്നത് പ്രത്യേകം ഓർത്തു വെക്കുക. ഗാമ കാണാനുള്ള ഇക്വേഷൻ CP/CV ആണെന്നത് നമ്മൾ മൊണാറ്റമിക്, ഡയാറ്റമിക്, പോളിയറ്റോമിക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് പീരീഡ്? It is the time interval after which a periodic motion is represented is called the time period. Capital letter T equal to small letter t divided by capital letter N എന്നതാണ് ഇക്വേഷൻ. ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ nu equal to capital letter N/T റെസിപ്രോക്കൽ ആയിരിക്കുമല്ലോ. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു 2π/T എന്നതാണ്. ആംഗുലാർ ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ് എന്നത് ഓർത്തു വെച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഫോറിയർ തിയറം? ഫോറിയർ തിയറം എന്ന് പറയുന്നത് this theorem states that any periodic function can be expressed as a linear combination of sine and cosine function of different time period with suitable coefficients. അതായത് f of t equal to a sin omega t plus b cos omega t എന്നതാണ്. ഇനി എന്താണ് simple harmonic motion? An oscillating particle is said to execute SHM
if the restoring force on the particle at any instant of time is directly proportional to its displacement from the mean position and is always directed towards the mean position എന്നതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിളുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ഓസിലേഷൻ ഓഫ് ലോഡർ സ്പ്രിങ്, വൈബ്രേഷൻ ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് എക്സെട്ര. ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് d square x by dt square plus omega square x equal to 0 എന്നത്. ഇതിന്റെ സൊല്യൂഷൻ x equal to a cos omega t plus 5 ഫോർമാറ്റിലാണ് ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ SHM ന്റെ ടൈം പീരീഡ് കാണുന്ന ഇക്വേഷൻ t equal to 2 pi into root m by k ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന കൺസെപ്റ്റിലേക്ക് വരാം. SHM ന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് x equal to a cos omega t plus 50. അതിൽ x of t എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്, x ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം t, a എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി, ഒമേഗ t plus 5 ഫേസ് ടൈം ഡിപെൻഡന്റ് ആണ്, 5 ഫേസ് കോൺസ്റ്റന്റും ആണ്. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ മൈനസ് ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നതാണ്. അതോടൊപ്പം തന്നെ SHM ന്റെ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. അതേപോലെ തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സ് F equal to മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, K is the force constant, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു K by M എന്നതാണ് കൺസെപ്റ്റ്. ഇനി ഇതിലെ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി, പൊട്ടൻഷ്യൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. അതോടൊപ്പം തന്നെ ടോട്ടൽ എനർജി E ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ ആണ് എന്നതുകൂടി പ്രത്യേകം ഓർത്തിരിക്കണം. അതോടൊപ്പം തന്നെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ T ഈക്വൽ ടു 2 pi into root m by k എന്നതുകൂടി പ്രത്യേകം നോട്ട് ചെയ്തിരിക്കണം. പിന്നെ ആംഗുലാർ ഫ്രീക്വൻസി നിങ്ങൾക്ക് അറിയാലോ, ഒമേഗ 2 pi nu അല്ലെങ്കിൽ ഒമേഗ 2 pi by t. മുമ്പുള്ള ചാപ്റ്ററുകളിലും നമ്മൾ ഇത് വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ പെൻഡുലത്തിലേക്ക് വരാം. ശരിക്കും എന്താണ് സിമ്പിൾ പെൻഡുലം? എ സിമ്പിൾ പെൻഡുലം കൺസിസ്റ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m സസ്പെൻഡഡ് ഫ്രം വൺ എൻഡ് ഓഫ് ആൻ അൺസ്ട്രെച്ചബിൾ massless string of length L fixed at the other end. ആ സമയത്ത് the forces acting on the bob are tension in the string 1, 2 gravitational force ആയിരിക്കും. Angular acceleration alpha equal to minus mgl divided by I into theta എന്നതാണ് equation. Then angular frequency omega equal to root mgl by I. Then time period കാണാനുള്ള equation t equal to 2 pi into root L by g എന്നതാണ്. Acceleration due to gravity using simple pendulum g equal to 4 pi square into L by t square ആണ്. ഇത് നിങ്ങൾ +2 പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് മറ്റൊരു കൺസെപ്റ്റിലേക്ക് വരാം. ഡാംപ്ഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. The SHM which dies out due to the dissipative forces acting on it is called a damped simple harmonic motion. Best example, free oscillation of a simple pendulum. അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ m into d square x by dt square plus b into dx by dt plus kx equal to 0 എന്നതാണ്. m മാസ് ആണ്, b ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ആണ്, k സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇതിന്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ, എനർജി ഓഫ് എ ഡാംപ്ഡ് ഓസിലേറ്റർ കാണാനുള്ള ഇക്വേഷൻ E of t equal to half ka square e raised to minus bt by m എന്നതാണ് ഇക്വേഷൻ. If the oscillator is damped, the mechanical energy decreases with time എന്നതാണ് ശരിക്ക് കൺസെപ്റ്റ്. What is forced oscillations? Forced oscillations എന്ന് പറഞ്ഞാൽ when a periodic force is applied to maintain an oscillation, it is known as forced or driven oscillation എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇക്വേഷനിലേക്ക് വരാം. m into d square x by dt square plus b into dx by dt plus kx equal to f0 cos omega dt എന്നതാണ് ഇതിന്റെ ഇക്വേഷൻ. ഇതിന്റെ സൊല്യൂഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കിടക്കുന്നത് ഇങ്ങനെയാണ്. x of t equal to a cos omega dt plus 5 എന്ന രൂപത്തിലാണ് കിടക്കുന്നത്. അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം, വേവ്സ് എന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ നാം ആദ്യം തന്നെ ചർച്ച ചെയ്യുന്നത്
ഒരു ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഓഫ് പ്രോഗ്രസീവ് വേവ് ആണ്. y of x, t equal to a sin kx minus omega t plus phi എന്ന ഇക്വേഷൻ ആണ് ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ y of x, t എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, a ആംപ്ലിറ്റ്യൂഡ് ആണ്, k is the wave ആംഗുലാർ വേവ് നമ്പർ ആണ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ആണ്, phi ഇനീഷ്യൽ ഫേസ് ആംഗിൾ ആണ് എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. അതിനുശേഷം നോർമൽ ഇക്വേഷൻ v equal to f lambda എന്ന് പറയുന്ന ബേസിക് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അതോടൊപ്പം തന്നെ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സോളിഡ് ഓഫ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈറ്റ ആൻഡ് ഡെൻസിറ്റീസ് റോ ആകുമ്പോൾ v equal to root eta by rho എന്ന ഇക്വേഷൻ ഓർത്തിരിക്കണം. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ആണ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് v equal to root t by mu ആണ് എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. അതിൽ mu എന്ന് പറയുന്നത് ലിനിയർ മാസ് ഡെൻസിറ്റി ആണ്. mu കാണാനുള്ള ഇക്വേഷൻ മാസ് ഓഫ് ദി സ്ട്രിംഗ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് ആണ്. mu equal to m by l ആണ് എന്നത് ഓർത്തിരിക്കണം. അടുത്തത് വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് ഇൻ എ മെറ്റാലിക് ബാർ ഓഫ് യങ്സ് മോഡുലസ് y ആൻഡ് ഡെൻസിറ്റി rho is given by v equal to root y by rho. അടുത്തത് വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ഇൻ എ ലിക്വിഡ് ഓഫ് ബൾക്ക് മോഡുലസ് b ആൻഡ് ഡെൻസിറ്റി rho is given by v equal to root b by rho. Newton's formula for the velocity of sound in a gas is v equal to root p by rho. Newton's formula. അതേപോലെ തന്നെ നെക്സ്റ്റ് for gases, since b equal to gamma p, the speed of sound is v equal to root gamma p by rho. ഈ ഇക്വേഷൻസുകളെല്ലാം വ്യത്യസ്ത കണ്ടീഷനുകളുള്ളതാണ്. ഇതെല്ലാം അപ്ലൈ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് പോസിറ്റീവ് ഡിറക്ഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതിന്റെ വ്യത്യസ്തകരമായിട്ടുള്ള മൂവ്മെന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ഓരോ ടേംസും ഞാൻ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രോഗ്രസീവ് വേവ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെ കുറിച്ചും സൈനിലുള്ള ചേഞ്ചും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇൻസിഡന്റ് വേവ് y of x, t equal to a sin kx minus omega t എന്നാണ് എടുത്തതെങ്കിൽ ഒരു റിഫ്ലക്റ്റഡ് വേവ് അറ്റ് റിജിഡ് ബൗണ്ടറി കേസിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. y r of x, t equal to minus a sin kx plus omega t ഫോർമാറ്റിലായിരിക്കും. For reflection at an open boundary case ആകുമ്പോൾ y r of x, t equal to a sin kx plus omega t ആയിരിക്കും എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. ഇനി let y1 equal to a sin 2 pi t by t minus x by lambda, അതേപോലെ y2 equal to plus or minus a sin 2 pi into t by t plus x by lambda. ഇങ്ങനെയുള്ള രണ്ടു ഇൻസിഡന്റ് വേവ് റിഫ്ലക്റ്റഡ് വേവ് കേസിൽ നമ്മൾ ഇവിടെ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് വരുന്നുണ്ട്. ശരിക്കും എന്താണ് സൂപ്പർ പൊസിഷൻ? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് പറയുന്നത് ഇങ്ങനെയാണ്: ദി നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എനി എലമെന്റ് ഓഫ് ദി സ്ട്രിംഗ് അറ്റ് എനി പ്ലേസ് ആൻഡ് അറ്റ് ദി ഇൻസ്റ്റന്റ് t is the algebraic sum of the displacement due to each wave. This is called principle of superposition. എന്ന് പറഞ്ഞാൽ y of x, t equal to y1 of x, t plus y2 of x, t അങ്ങനെ എഴുതുന്നതാണ് എന്ത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നോഡ്സ് ആൻഡ് ആന്റി നോഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. ദി പൊസിഷൻ ഓഫ് സീറോ ആംപ്ലിറ്റ്യൂഡ് ആർ കോൾഡ് നോഡ്സ്. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നോഡ് ഈസ് ലാംഡ ബൈ 2 ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അതോടൊപ്പം തന്നെ ദി പൊസിഷൻ ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആർ കോൾഡ് ആന്റി നോഡ്. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ആന്റി നോഡ് ഈസ് ലാംഡ ബൈ 2 ആണ് എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. ഈ ഒരു രൂപത്തിലുള്ള നോഡ്സ് ആൻഡ് ആന്റി നോഡ്സുകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് നോർമൽ മോഡ്സുകളിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. അവിടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനെ കുറിച്ചാണ്. അതിന്റെ പിക്ചോറൽ റെപ്രസെന്റേഷൻ NCERT കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ ചർച്ച ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് μ1 equal to v by 2l എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് മോഡ്സ് ഓഫ് വൈബ്രേഷനും സെക്കൻഡ് ഹാർമോണിക് ഓർ ഫസ്റ്റ് ഓവർടോൺ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അതേപോലെ തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവസാനം നമുക്ക് ആ ഫ്രീക്വൻസി റേഷ്യോ വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഓപ്പൺ സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ഓപ്പൺ പൈപ്പും സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ക്ലോസ്ഡ് പൈപ്പ് കേസും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതേപോലെ
ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ, സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ, തേർഡ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ പൈപ്പ് സിറ്റുവേഷൻ ആകുന്ന സമയത്ത് ആ ഫ്രീക്വൻസിയിലുള്ള റേഷ്യോ ν1 ν2 ν3 എക്സെട്ര ഈക്വൽ ടു 1:2:3 ഫോർമാറ്റിലും ക്ലോസ്ഡ് പൈപ്പിന്റെ ν1 ν2 ν3 എക്സെട്ര 1:3:5 ഫോർമാറ്റിലുമായിരിക്കും എന്നത് പ്രത്യേകം ഓർത്തിരിക്കണം. അതിനുശേഷം നമ്മൾ ബീറ്റ് ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസിയിലുള്ള ചെറിയ ചേഞ്ച് ആണ് കാണാനുള്ള ഇക്വേഷൻ ν1 − ν2 എന്നതാണ്, അല്ലെങ്കിൽ ν2 − ν1 എന്നതാണ്. ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യുന്ന ഡോപ്ലർ എഫക്റ്റ് ആണ്. It is the apparent change in the frequency of the sound when the source and the listener move relative to each other is called Doppler effect. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് when the source and the listener approach, the apparent frequency will be greater than the actual frequency. When they recede, move away from each other, the apparent frequency will be less than the actual frequency എന്നതും അതിന്റെ ഇക്വേഷൻ ആയ ν = v - v0 / v - vs into ന്യൂ എന്ന ഇക്വേഷൻ കൂടി ഓർത്ത് വെച്ചിരിക്കണം. ഇതിൽ VO എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവർ ആണ്, VS എന്ന് പറയുന്നത് സോഴ്സ് ആണെന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. ഇവരുടെ മൂവ്മെന്റിനനുസരിച്ച് നമുക്ക് സൈനുകളിൽ ചേഞ്ച് വരുത്താവുന്നതാണ് എന്നതുകൂടി ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, +1 ഫിസിക്സിലെ ഫസ്റ്റ് വോളിയത്തിലെ ചാപ്റ്റർ വൈസ് ഇക്വേഷനുകൾ നമ്മൾ പാർട്ട് 1 ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നാം പാർട്ട് 2 സെക്കൻഡ് വോളിയത്തിലെ ചാപ്റ്റർ വൈസ് ഇക്വേഷനുകളാണ് ചർച്ച ചെയ്തത്. +1 +2 എൻട്രൻസ് എക്സാമുകൾ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.